നിങ്ങൾ ഈ ദുആ ചെയ്യണേ, നിങ്ങൾ ഈ ദുആ ചെയ്യണേ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതാൻ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞല്ലോ, റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞല്ലോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഈ ദുആ ചെയ്യണേ, നിങ്ങൾ ഈ ദുആ ചെയ്യണേ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഉമ്മയോടും ബാപ്പയോടും എനിക്ക് പറയാറുള്ളത്, നിങ്ങൾ ആരാകണമെന്നറിയുമോ? നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? പടച്ചവനെ, നിങ്ങൾ മാതൃകയുള്ളവര് വാപ്പയാകൂ, നിങ്ങൾ മാതൃകയുള്ളവരുമ്മയാകൂ. നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കള് പഠിക്കുന്നത്. പടച്ചവനെ, 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന വാപ്പയെ കാണുന്ന ചെറിയ മക്കളുണ്ടല്ലോ. ഇന്ന് നീ 18 20 വയസ്സുള്ളവരോട് പള്ളിയിൽ പോകാ പറഞ്ഞാൽ അവന് പോകില്ലല്ലോ. ഉസ്താദേ, ഞങ്ങൾ പറയുന്നത് അവൻ അനുസരിക്കുന്നില്ല. അതാ പടച്ചവനെ മുടി വളർത്തിയിട്ട് നടക്കുന്ന മക്കളുണ്ടല്ലോ. ഉസ്താദേ, ഞങ്ങൾ വെട്ടാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കത്തില്ല. നാണമില്ലേ പെണ്ണേ നിനക്ക് പറയാറ്? 12 15 വയസ്സുള്ള പൊന്നുമകർ ആണും പെണ്ണും കെട്ട രീതിയിൽ കാട് പോലെ മുടി വളർത്തിയിട്ട് നടക്കുമ്പോ അതൊന്ന് വെട്ടിപ്പിക്കാൻ നീ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറയാ നിനക്ക് നാണമില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, നീ നിന്റെ മക്കൾക്ക് മാതൃകയാകൂ. എന്തേ റബ്ബിനോട് ദുആ ചെയ്യാൻ പറഞ്ഞത്? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഒരു ഭർത്താവ് പടച്ചവനോട് പറയുന്നല്ലോ, എന്റെ ഭാര്യ നീ സാലിഹത്താക്കണം തമ്പുരാനെ, എന്റെ ഭാര്യ നീ സ്വാലിഹത്താക്കണം തമ്പുരാന്, എന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം തമ്പുരാന്, എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം തമ്പുരാന്, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും നീ നന്നാക്കണം തമ്പുരാന്. എന്റെ പ്രിയപ്പെട്ടവര്, എന്നിട്ട് അവസാനം പറയുന്നത് എന്തെന്നറിയുമോ? ലിൽ മുത്തഖീന ഇമാമാ. എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ കഴിയുന്ന പടച്ചവനെ അവർക്ക് 2 പേർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ഭർത്താവാക്കി നീ എന്നെ മാറ്റണേ തമ്പുരാന് എന്ന് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ വാപ്പാ നീ നേരെയാകൂ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന നിന്നെ കാണുന്ന നിന്റെ പൊന്നുമക്കളുണ്ടല്ലോ, ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ വരെ ചോദിക്കുന്നു, വാപ്പാ എന്നെ കൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമോ? ഞാനും വരട്ടെ നിസ്കരിക്കാൻ. ചെറിയ മക്കൾ ചോദിക്കുകയാ, വാപ്പാ ഞാനും പള്ളിയിലേക്ക് കടന്നു വരട്ടെ. നീ എങ്ങാനും ഒരു ദിവസം പള്ളിയിൽ പോകാതിരുന്നാൽ മക്കൾ ചോദിക്കുന്നു, പോകുന്നില്ലേ ഉപ്പാ? നിസ്കരിക്കാൻ പോകുന്നില്ലേ വാപ്പാ? പടച്ചവനെ, പൊന്നുമക്കൾ ചോദിക്കുകയാണ്. അതാ വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ പടച്ചവനെ, കൊച്ചുകുട്ടികളെ മാതാപിതാക്കളുടെ മുന്നിൽ വന്ന് കിടന്ന് നിസ്കരിക്കുകയാ. ചെറുപ്പം മുതലേ കാണുകയാണ്, ചെറുപ്പം മുതലേ കാണുകയാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് പറയുകയാ, നിങ്ങൾ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ മക്കളെയും അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്ത് നീ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല, നാളെ പരലോകത്ത് വെച്ച് നിന്റെ ഭാര്യയെ കുറിച്ചും നിന്റെ മക്കളെ കുറിച്ചും അല്ലാഹു നിന്നോട് ചോദ്യം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങളെ കുടുംബനാഥ, നീ നിന്റെ വീടിന്റെ വിളക്കാവൂ, നീ നിന്റെ മക്കൾക്ക് മാതൃകയാകൂ, നീ നിന്റെ ഭാര്യക്ക് മാതൃകയാകൂ.
നാട്ടുകാര് പൊക്കി പറയുന്നതിൽ കാര്യമില്ല, നീ മഹാനാണെന്ന് നാട്ടുകാര് പറയുന്നതിൽ കാര്യമില്ല, നീ നല്ലവനാണെന്ന് ആര് പറയണമെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയണം, നിന്റെ പ്രിയപ്പെട്ട മക്കള് പറയണം നീ നല്ലവനാണെന്ന്. അപ്പോഴാണ് പടച്ചവന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എത്ര പാതിരാത്രി വന്ന് കിടന്നാലും സുബഹി നിസ്കാരം മുടക്കാറില്ല. അല്ലാഹുവേ, ഭാര്യ അഭിമാനത്തോടു കൂടി പറയണം എന്റെ ഭർത്താവ് ഒരു വഖത്ത് പോലും നിസ്കാരം കളയാക്കാത്തവനാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കള് പറയണം ഞങ്ങളുടെ വാപ്പയാരെന്നറിയോ? എത്ര നല്ല മനുഷ്യനാ, എന്റെ ഉപ്പയെ പോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല എന്ന് സ്വന്തം മക്കൾ അഭിമാനത്തോടു കൂടി പറയുന്ന രീതിയിൽ ഒരു വാപ്പ വളരുമ്പോഴാ മനുഷ്യൻ വീടിന്റെ നാഥനാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയുള്ള വാപ്പയാകൂ, മാതൃകയുള്ള ഉമ്മയാകൂ. പടച്ചവനെ, മക്കള് നന്നാകുമല്ലോ, മക്കള് നേരെയാകുമല്ലോ, അവര് നിസ്കരിക്കുമല്ലോ, അവര് ഖുർആൻ ഓതുമല്ലോ. ഇന്ന് വീടിന്റെ അകത്ത് കടന്നു ചെന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിത്തല്ല, കൂടപ്പറപ്പുകള് തമ്മിത്തല്ല. പടച്ചവനെ, സ്നേഹമില്ലല്ലോ, വീടിന്റെ അകത്ത് സമാധാനമില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തത്? ഇന്ന് ലോകത്തെല്ലാവരും സമാധാനമില്ലാതെ പരക്കം പായുകയാണ്. പടച്ചവനെ, ലക്ഷങ്ങൾ ചെലവഴിച്ച് വീട് വെച്ചിട്ടുണ്ട്, വീടിനകത്തേക്ക് കടന്നു ചെന്ന സമാധാനമില്ല. ഖുർആൻ പറഞ്ഞല്ലോ, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. വീട് സമാധാനം തരുന്ന ഇടമാണെന്ന് ഖുർആൻ പറയുന്നു. നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ല. പടച്ചവനെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിന്റെ ഭാര്യയുണ്ടല്ലോ. പലരും ചോദിക്കും, എന്തിനാ ഉസ്താദേ പെണ്ണ് കെട്ടുന്നത്? അല്ല പറഞ്ഞത് എന്തെന്നറിയുമോ? ആരെങ്കിലും വിവാഹം കഴിച്ച അല്ലാഹു അവന് സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇന്ന് സമാധാനമില്ലാതെ ജനങ്ങൾ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ. എടോ, സ്വന്തം ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് നീ ഒരു കൊട്ടാരം പണിതു, പോയി കിടക്കുമ്പോ സമാധാനം ഉണ്ടോ? ഇല്ല. ഖുർആൻ പറഞ്ഞത് വീട്ടിനകത്ത് സമാധാനമുണ്ടെന്നാ. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. വീടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഇടമെന്ന് ഖുർആൻ പറയുന്നു. നീ കോടികൾ പണിതിട്ട് നിനക്ക് സമാധാനമില്ല. എടോ ഭാര്യ, എടോ ഏതൊരു മനുഷ്യനും തൻ്റെ സ്വാലിഹത്തായ ഭാര്യയുടെ മുഖത്ത് നോക്കിയ അവന് സമാധാനമുണ്ട്. നിനക്ക് അവളെ കെട്ടിയ അന്ന് മുതൽ സമാധാനം പോയി. അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ പൊക്കിക്കോ, ലൈവാ. പെണ്ണുങ്ങളൊക്കെ കാണുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുക എന്തേ പൊക്കാഞ്ഞെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, എൻ്റെ മുന്നിലിരിക്കണ അധികം പേരും പെണ്ണ് കെട്ടിയവരാ, കൈ പൊക്കിയില്ല. എൻ്റെ മുന്നിലിരിക്കണ ഈ ഫാൻ വേണ്ട ഉസ്താദ്, എൻ്റെ മുന്നിലിരിക്കണ പലരും പെണ്ണ് കെട്ടിയതാ, കൈ പൊക്കിയില്ല. എന്തെന്നറിയോ? ഉസ്താദെ, ഇവള് സ്വർഗത്തിലുണ്ടോ ഉസ്താദേ എന്നാ ചോദിക്കണേ. ഇവിടെ തന്നെ ഇവളെ സഹിക്കാൻ പറ്റണില്ല, ഇനി അവിടെ ഉണ്ടോന്നും. എടോ, ഖുർആൻ പറഞ്ഞ് എന്തെന്നറിയോ? ഈ ചെറുപ്പക്കാരി ചോദിക്കുക, എന്തിനാ ഉസ്താദ് ഒറ്റയ്ക്ക് നടക്കണേ അല്ലേ നല്ലത്? പാതിരാത്രി വിടകി വീട്ടിൽ കയറി പോകാം, ആരും വിളിക്കത്തില്ല, ആരും ചോദിക്കത്തില്ല. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ 24 മണിക്കൂറും ഫോണ്, എവിടെ പോയി, എങ്ങനെ പോയി, ഇങ്ങനെ പോയി, സമാധാനമില്ല ഉസ്താദേ. എടോ, എന്തിനാ പെണ്ണ് കെട്ടി? പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടുമെന്ന് അള്ളയല്ലേ പറഞ്ഞേ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഏതൊരു മകൻ്റെ തൻ്റെ മക്കളുടെ മുഖത്ത് നോക്കിയാൽ കണ്ണ് കുളിർമയാകും, ഏത് ദുഃഖവും മാറും. സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയാൽ മതി, ഏത് ദുഃഖവും മാറും. ഏത് വാപ്പയാടാ മക്കളെ നോക്കിയിട്ട് ദുഃഖം മാറ്റണേ? ഏതെങ്കിലും ഒരു വാപ്പയ്ക്ക് അല്ലാഹു തന്ന കണ്ണിന് കുളിർമയുള്ള മക്കളെ നോക്കിയിട്ട് പടച്ചോനെ എൻ്റെ മക്കൾ അൽഹംദുലില്ലാ, ആരുമില്ലെങ്കിൽ എൻ്റെ മക്കളുണ്ടല്ലോ, ആർക്കാടാ സമാധാനം? ഇഷ്ടം പോലെ പൈസ ഉണ്ട് കയ്യിൽ, എന്തേ നിനക്ക് തികയാത്തെ? എടാ, കോടിക്കണക്കിന് പണം നിന്റെ കയ്യിലുണ്ടല്ലോ, മട്ടൻ ബിരിയാണി മട്ടൻ മന്തി കൊണ്ടുവച്ചിട്ട് എന്തേ നിനക്ക് തിന്നിട്ട് നിറയാത്തെ? സമാധാനം എന്ന് പറയുന്ന സാധനം പൈസ കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന സമ്മാനവ സഹോദര. എന്തുകൊണ്ട് ഉസ്താദ് എന്തെന്നറിയില്ല, എൻ്റെ ഇക്ക വീട്ടിലേക്ക് കയറി വന്ന ഞങ്ങൾ രണ്ടുപേരും തമ്മി തല്ലല ഉസ്താദെ.
കൂടപ്പിറപ്പുകൾ, എടാ നിങ്ങൾ രണ്ടുപേരും ചേട്ടനും അനിയനും അല്ലേടാ, എന്തിനാടാ ഇങ്ങനെ തല്ലണേ? ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഉമ്മമാര് തന്നെ ചോദിക്കുകയാ. എന്നിട്ട് പറയും ആരോ മുട്ട കുഴിച്ചിട്ടെന്ന്. മുട്ട കുഴിച്ചിട്ടതല്ല, നിനക്കാരും കൂടോത്രം ചെയ്തൊന്നുമല്ല. നിന്റെ വീടിൻ്റെ അകത്ത് സമാധാനം കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് പൈസ ഒന്നും വേണ്ട, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1 രൂപയും തരണ്ട. നിന്റെയൊക്കെ വീടിനകത്ത് കൂടിയിരിക്കണ ശൈത്താനുണ്ടല്ലോ, അതെന്താ? നിന്റെ വീട്ടിൽ സമാധാനമില്ലാത്തതിൻ്റെ കാരണം, സന്തോഷമില്ലാത്തതിൻ്റെ കാരണം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മരക്ക് നിന്റെ വീടിൻ്റെ പടി പോലും ചവിട്ടാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ വീടിൻ്റെ അകത്ത് സമാധാനം കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ പറയാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണുനീര് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബിഗിന റസൂലുള്ളാഹി, ഉറക്കെ പറ, നബിഗിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 5 കാര്യങ്ങൾ 5 സ്ഥലത്തിരുന്ന് കരയും. കരഞ്ഞാ പോയി, അള്ളാഹു കാക്കുമാറാകട്ടെ. 1, ഒരു നാട്ടിലൊരു പള്ളിയുണ്ട്. ഒരു നാട്ടിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ല. ഒരു നാട്ടിൽ വലിയ പള്ളിയൊക്കെ, അപ്പം എല്ലാം വലിയ പള്ളിയുടെ കാലമാണ്. ഒരു നാട്ടിൽ പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. എങ്ങനെ? ഒരു നാട്ടിൽ പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിസ്കരിക്കാൻ നാട്ടുകാരില്ലാതെ വന്നാൽ ആ പള്ളി കരയും. ആ പള്ളി കരഞ്ഞ ആ നാട്ടുകാരറിയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ ഒരു പള്ളി ആകാശവുമായി ബന്ധിപ്പിക്കുന്ന കാര്യം, ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് ഒരു പള്ളി. അപ്പം ആ നാട്ടുകാർ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ പള്ളി കരയൂലേ? പള്ളി കരയും. കരഞ്ഞാൽ നീ എന്തറിയും? വല്ലാത്ത വരൾച്ച, എന്തോന്നറിയില്ല, പഴയതുപോലെ പൈസ ഒന്നും വരുന്നില്ല, ദാരിദ്ര്യം, ശത്രുത, തമ്മിലടി അറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ് 2, എടോ, പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തുണ്ട്. ആ വീട്ടുകാരാ ഖുർആൻ എടുത്ത് ഓതുന്നില്ലെങ്കിൽ അത് വീടിനകത്തിരുന്ന് കരയും. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തുണ്ട്. ആ വീട്ടുകാരാ ഖുർആൻ തുറന്നു നോക്കണില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരയും. ഖുർആനിൻ്റെ കണ്ണുനീര് വീണ ആ വീട് നേരെയാകുമോ? നിങ്ങൾ പറ. നിന്റെ വീടിൻ്റെ അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഖുർആൻ. തൊടാറുണ്ടോ? പൊടിയെങ്കിലും തുടയ്ക്കാറുണ്ടോ? ആ ഖുർആൻ എടുത്തു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന പൊടിയെങ്കിലും തുടയ്ക്കാറുണ്ടോ? അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുക, വരുന്നവർക്ക് കാണാൻ ഞാൻ വലിയ ആളാണെന്നറിയാൻ നിരത്തി വെച്ചിരിക്കുകയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് നീ വെച്ചിരിക്കുന്ന ഖുർആനുണ്ടല്ലോ, നീ ഒന്ന് തുറന്നു നോക്കാത്ത ഖുർആനുണ്ടല്ലോ, ആ ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അള്ളാഹു ഇറക്കിയതെങ്കിൽ പേടിച്ചിട്ടത് പൊടിഞ്ഞു പോകുമായിരുന്നു. അള്ളാന്റെ ഖുർആൻ പറയുന്നൊരു പർവ്വതത്തിന്റെ മുകളിൽ ആ ഖുർആൻ ഇറങ്ങിയതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം പേടിച്ചിട്ടത് പൊടിഞ്ഞ് ധൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. നമ്മുടെ വീടിൻ്റെ അലമാരിക്കകത്ത് വെച്ചിട്ട് ഇനി ആരെങ്കിലും തീരണം അതൊന്ന് എടുക്കണമെങ്കിൽ, പാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഒന്ന് മരിക്കണം, അപ്പം ഇങ്ങനെ പൊടി തട്ടിയിട്ട് എടുത്തിട്ട് ബിസ്മില്ല ഓതും. ആ ഖുർആൻ നിൻ്റെ വീടിനകത്തിരുന്ന് കരയുന്നുണ്ട്. പിന്നെ എങ്ങനെ നിൻ്റെ വീട്ടിൽ സമാധാനം കിട്ടും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, അധികം പേരും ഖുർആൻ ഓതും, പക്ഷെ ഖുർആൻ നോക്കി ഓതൂല്ല. എടോ, ഞാൻ പറയുന്ന നിൻ്റെ വീട്ടിൽ 5 ഖുർആൻ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ ഖുർആൻ ഒന്ന് തുറന്നെങ്കിലും നോക്ക്. ഒന്നെടുത്തു വെച്ച് നീ ഒരു ഫാത്തിഹ എങ്കിലും ഓത്. അതല്ലാതെ ഇങ്ങനെ ഒരു വസ്തുവിനെ പോലെ നീ അതിനകത്ത് വെച്ചാൽ അതവിടെ ഇരുന്ന് തേങ്ങും. ആ തേങ്ങൽ നിൻ്റെ വീട് വരെ നശിപ്പിച്ചു കളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ഓതാറുണ്ടോ സഹോദര? ഓരോ മനുഷ്യനും ചിന്തിക്കടോ. വീട്ടിൽ വെച്ചിരിക്കുന്ന ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഒരായത്ത് ഓതിയ ദിനം നിനക്ക് ഓർമ്മയുണ്ടോ? ഭാര്യയോട് ചോദിക്കോതുമോ?
നീ ആരാ വാപ്പയെന്ന് പറഞ്ഞ് നടക്കുകയാ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവാണെന്ന് തോന്നുന്നു. മഹാനവറുകൾ മരണത്തിൻ്റെ വേളയിൽ കിടക്കുകയാ. മരണത്തിൻ്റെ വേളയിൽ കിടക്കുമ്പോൾ പടച്ചവനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തുടങ്ങുന്ന സ്വഹാബികൾ കടന്നു വന്നു. പാവപ്പെട്ടവനാ, കുറച്ചു പൈസ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, പെൺമക്കളൊക്കെ വളർന്നു വരുന്നല്ലോ, കെട്ടിക്കണമല്ലോ, ഇന്ന് വരെ നിങ്ങളൊന്നും കരുതി വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കുമ്പോൾ സ്വഹാബി എവിടെ നിന്ന് കരയുകയാ. എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരിക്കലും ടെൻഷനില്ല, എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരിക്കലും ടെൻഷനില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏത് വീടിൻ്റെ അകത്താണോ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത് ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുത്തി നബിയല്ലേ പറഞ്ഞത്, നീ എന്തിനാ ടെൻഷൻ അടിക്കണം, എൻ്റെ മോളെ എങ്ങനെ കെട്ടിക്കും, എൻ്റെ മോളെ എങ്ങനെ കെട്ടിക്കുമെന്ന്. ഇവിടെ സൂറത്തുൽ വാഖിഅ സഹാബി പറയുന്നു, എൻ്റെ മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നിർബന്ധമായിട്ടും എല്ലാ ദിവസവും എൻ്റെ മക്കൾ ഓതാറുണ്ട്, എനിക്ക് ടെൻഷനില്ല, എനിക്ക് ടെൻഷനില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലില്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എല്ലാ ഖുർആനിലുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ദാരിദ്ര്യം മാറുമല്ലോ, ആ വീട്ടിൽ ദാരിദ്ര്യം വരില്ലല്ലോ. സൂറത്തു യാസീൻ ഓതിയാൽ ഏതെങ്കിലും ഒരു മനുഷ്യന് യാസീൻ പാരായണം ചെയ്താ യാസീൻ എന്തിനു വേണ്ടിയാണോ ഓതുന്നത് അള്ളാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ, സൂറത്തുൽ മുൽക്ക്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ അവന്റെ 6 അടി മണ്ണ് രക്ഷപ്പെടുമല്ലോ, അവന്റെ 6 അടി മണ്ണ് പ്രകാശിക്കുമല്ലോ. പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണ് പ്രകാശിപ്പിക്കുന്ന സൂറത്താണ് 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്ക്. സൂറത്തുർ റഹ്മാനിന്റെ പ്രതിഫലം അറിയുമോ? ഏത് വീട്ടിലാണോ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്നത് ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന സൂറത്തുർ റഹ്മാൻ. സൂറത്തു സജദ അറിയില്ലേ പെങ്ങള്? സൂറത്തു സജദ അറിയില്ലേ പെങ്ങള്? ആരെങ്കിലും സൂറത്തു സജദ പാരായണം ചെയ്താൽ അവൻ ഉംറ ചെയ്ത പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്ത ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ വാഖിഅ ദാരിദ്ര്യം ഉണ്ടാവില്ല വീട്ടില് ഒരിക്കലും. ആ വീട്ടിൽ ഒരുത്തന്റെ മുന്നിലും തെണ്ടാൻ പോകണ്ട. എന്ത് ചെയ്താ മതി? സൂറത്തുൽ വാഖിഅ ഓതിയാ മതി. സൂറത്തുൽ മുൽക്ക് 6 അടി മണ്ണിലെ ഖബർ പ്രകാശിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സൂറത്തുർ റഹ്മാൻ, അള്ളാന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വരും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരത്തില്ല, അള്ളാന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വരും. സൂറത്തുർ റഹ്മാൻ ഓതിയ ചരിത്രങ്ങൾ ഉസ്താദന്മാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. യാസീൻ ഉസ്താദെ, മക്കളില്ല ഉസ്താദെ, വീടില്ല ഉസ്താദെ, കച്ചവടമില്ല ഉസ്താദെ, ദാരിദ്ര്യ ഉസ്താദെ. എടാ യാസീൻ ഓതട ചങ്ങാതി, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്. നിനക്ക് എന്താണോ വേണ്ടത് അള്ളാഹു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി. ഇപ്പം എന്താ ചെയ്യുക? കുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നിരന്നിരുന്ന് കുത്തലല്ല. ഇവിടെ യാസീൻ, ചിലത് ടി വിയുടെ ഫ്രണ്ടിൽ, ചിലത് മൊബൈലിൽ കുത്തൽ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ ചിലർ ഖുർആൻ ഓതൽ. ഞാൻ ഈ അടുത്ത് കാസർഗോഡ് ഉപ്പളയിൽ ഒരു കടയിൽ പോയി. ഉസ്താദെ കച്ചവടമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മോനെ ഒരു യാസീൻ ഓതണം കേട്ടോടെ, എല്ലാ ദിവസവും ഓതുന്നുണ്ട് ഉസ്താദെ. ഞാൻ ചോദിച്ചു, ആരും ഓതുന്നുണ്ട്? മൊബൈൽ ഓതുന്നുണ്ട് ഉസ്താദെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതന്നെ ആരാടാ ഖുർആൻ നോക്കി ഓതുക? ഖുർആൻ നോക്കി ഓതുന്ന ആരാ? ഇവിടെ ഖുർആൻ ഈ കാണാതെ പഠിച്ച ഹാഫിളീങ്ങൾ ഇവന്മാർ കാണാതെ ഓതുന്നതാണെന്ന് പ്രതിഫലം കൂടുതൽ, കണ്ടു ഓതുന്നതാണോ പ്രതിഫലം കൂടുതൽ? എടേ ഇവന്മാര് ഹാഫിളല്ലേ? ഏത് ആയത്ത് പോലും പറയില്ലേ? ഇവര് കണ്ടോതുന്നതാണോ പ്രതിഫലം കൂടുതൽ, കാണാതെ ഓതുന്നതിനാണോ? അപ്പൊ ബുദ്ധിയുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് എന്തേ ഓതാത്തെ? എന്തേ ഉസ്താദെ വീട്ടിൽ ശൈത്താൻ ഇരിക്കുന്നു ഉസ്താദെ? ശൈത്താൻ ഇറങ്ങിപ്പോകാനുള്ള വഴി വേണോ? പൈസ ഒന്നും വേണ്ട, ഒറ്റ ആയത്ത് ഓതിയാൽ മതി, ഏത് ശൈത്താൻ ഇറങ്ങിപ്പോകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
വീടിനകത്തിരിക്കേണ്ട ശൈത്താൻ ഇറങ്ങാൻ ഒരിടത്തും പോണ്ട. ഖുർആനിലെ ഒറ്റ ആയത്തോതിയ ഇന്നത്തോടെ അവിടെ നിന്ന് സർവ്വത് ഇറങ്ങും. അള്ളാഹു ഭാഗ്യമാറാകട്ടെ. എന്തോതിയാ മതി? ഉസ്താദെ വീട്ടിൽ വരക്ക് പോക്കൊണ്ടെന്നൊക്കെ പറയണില്ലേ? ഖുർആനിലെ ഒരായത്തോതട ചങ്ങാതി, ശൈത്താൻ തൻ്റെ മക്കളെയും വിളിച്ചോണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ശൈത്താനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ? അതെങ്ങനെ ഉസ്താദെ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനല്ലേ? എങ്ങനെ ഓനെ ഇറക്കി വിടുക? ഞങ്ങൾ അത്രയും ചങ്കുവല്ലേ? എങ്ങനെ ഉസ്താദ് ഓനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീടില്ലല്ലോ. ഇവിടെ ഖുർആനിലെ ഒരായത്തോതിയാൽ മതി, വീട്ടിലിരിക്കണ ശൈത്താൻ ഇറങ്ങിപ്പോകും. ഞാൻ പറഞ്ഞതല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഓതുവോ? താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈ വെക്കിക്കേ. ശൈത്താൻ ഇറക്കി വിടാൻ പടച്ചവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ, ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ അവനെ ഓടിച്ചേക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ തങ്ങൾക്ക് രാത്രിയിൽ ഒരു ജോലി കൊടുത്തു, കുറച്ച് സാധനങ്ങൾക്ക് കാവൽ നിൽക്കാൻ. അബൂ ഹുറൈറ തങ്ങളിങ്ങനെ കാവൽ നിൽക്കുക. രാത്രി ഒരുത്തൻ തലയിൽ കൂടെ തുണിയിട്ടുകൊണ്ട് വന്ന് ചാക്കിനകത്ത് വാരുക, മോഷണം നടത്തി. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പിടിച്ചു, വാടാ നബിയുടെ മുന്നിൽ പോകാം. അല്ലോ കൊണ്ടുപോകല്ലേ അബൂ ഹുറൈറ, പട്ടിണിയാ, ദാരിദ്ര്യവാ, വലിയ പ്രശ്നമാ, ഗതികേട് കൊണ്ടുവന്നതാ. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, അവിടെ ഇട്ടിട്ട് പോ, ഇനി മേലാ മൂട്ടിച്ചേക്കരുത്, പോടാ, പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ദിവസവും വന്നു, അപ്പോഴും പിടിച്ചു. വാ, എന്നെ കൊണ്ടുപോകും, ഇന്നലെ നിനക്ക് ഞാൻ വാണിങ്ങി തന്നല്ലേടാ. അബൂ ഹുറൈറ, എൻ്റെ മക്കൾ കിടന്ന് നിലവിളിക്കുന്നു, അത് കണ്ടിട്ട് വന്നതാ. അബൂ ഹുറൈറ, എന്നെ കൊണ്ടുപോകരുത്. ശരി പൊക്കോ, ഇനി മേലാ ചെയ്തേക്കരുത്. മൂന്നാമത്തെ ദിവസവും മോട്ടിക്കാൻ വന്നപ്പോൾ പിടിച്ചു. ഇനി നിന്നെ ഞാൻ വിടൂല, നീ എന്തു പറഞ്ഞാലും ഞാൻ വിടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും, നിനക്ക് ശിക്ഷ വാങ്ങിത്തരും. അയാൾക്ക് മനസ്സിലായി ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലാന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ നിനക്കൊരു ഇൽമു പഠിപ്പിച്ചു തരാം. ഞാൻ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് ഓതിയ ശൈത്താൻ്റെ ഷെർറ് മാറും, ശൈത്താൻ്റെ എല്ലാ ഷെർറും മാറും. ഞാൻ നിനക്കൊരു ആയത്ത് പറഞ്ഞു തരാം. അബൂ ഹുറൈറ തങ്ങൾക്ക് ഇൽമെന്ന് പറഞ്ഞ ആർത്തിയ ചോദിച്ചു, പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളി നിസ്കരിക്കാൻ പോയപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ അബൂ ഹുറൈറ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടില്ലേ? നബിയെ 2 ദിവസം കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ ഓം വല്ലാത്ത സങ്കടം പറഞ്ഞപ്പോൾ, ഞാനും പട്ടിണി കിടന്നിട്ടുള്ളതല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട്. പക്ഷെ 3-ാമത്തെ ദിവസം ഞാൻ കൊണ്ടുവരാമെന്ന് തന്നെ തീരുമാനിച്ചതാ. പക്ഷെ അവ എനിക്കൊരു ഇൽമ പഠിപ്പിച്ചു തന്നു നബിയെ. എന്താ ഇൽമ്? ഖുർആനിലെ ഒരു ആയത്ത് ഓതിയ ഇബ്ലീസിൻ്റെ ഷെർറു മാറുമെന്ന് അവ എനിക്ക് പഠിപ്പിച്ചു തന്ന്. അപ്പം നബിതങ്ങൾ ചോദിച്ചു, നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബിഗിന റസൂലുള്ളാഹി. അബൂ ഹുറൈറ തങ്ങളോട് ഇവ എന്താ പറഞ്ഞു കൊടുത്തെന്നറിയോ? ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തില്ലേ ഖുർആനില്? ആയത്തുൽ കുർസി ഇല്ലേ? ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. ഈ ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ അവൻ്റെ നിന്ന് ശൈത്താനിൻ്റെ ഷെർറ് മാറുമെന്ന് നബിഗിന റസൂലുള്ളാഹി. ഇപ്പം ഈ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഓൻ ആയത്തെ കുറിച്ചാ പറഞ്ഞു തന്നെ. അപ്പോഴാ പറഞ്ഞേ, ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ. എന്നിട്ട് ചോദിച്ചു, അവൻ ആരായിരുന്നെന്നറിയോ? അറിയില്ല നബിയെ, അവൻ ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിഗിന റസൂലുള്ളാഹി. ആരാ പറഞ്ഞു കൊടുത്തത്? അവനെ പൂട്ടാനുള്ള വഴി തന്നെ ആര് പറഞ്ഞു കൊടുത്തത്? അതാ. നിങ്ങൾ ആരെങ്കിലും ഇന്ന് വീട്ടിൽ പോയിട്ട് ആയത്തുൽ കുർസി ഓതിയ ശൈത്താൻ തൻ്റെ മക്കളോട് പറയും, ഇത്രയും നാൾ വാടക ഒന്നും കൊടുക്കാതെ താമസിക്കാൻ പറ്റി, ഇനി പറ്റൂല, ഇറങ്ങിക്കൊള്ളാൻ, ഇന്ന് വേറെ വീട് നോക്കിക്കൊള്ളാൻ ഇബ്ലീസ് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമെന്ന് നബിഗിന റസൂലുള്ളാഹി. വേണമെങ്കിൽ പോയി ഓദിക്കോ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എടോ ഖുർആൻ ഓതടോ സഹോദര, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യ്. ആ വീട്ടിൽ അൽഹംദുലില്ലാ സമാധാനം വരും. പണ്ടങ്ങനല്ലേ? കൊട്ടാര ആർക്കാ ഉള്ളേ? ഇന്ന് പടച്ചവനെ പുരോഗതി എന്ന് പറഞ്ഞാൽ, വികസനം എന്ന് പറഞ്ഞാൽ വലിയ വികസനം. പണ്ടത്തെ വീട്ടിൽ നിങ്ങൾ നോക്കിക്കുക, പണ്ടത്തെ വീട്ടിൽ ബാത്റൂം വെളിയിൽ, പണ്ടത്തെ വീടുകൾ നിങ്ങൾ നോക്കിയ ബാത്റൂം വെളിയിൽ, അടുക്കള അകത്ത്. വീടിനകത്ത് ഭക്ഷണം വെച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കും.
എന്നിട്ട് വിസർജിക്കാൻ വീടിന് പുറത്തു പോകും. ഇന്നോ അടുക്കള പുറത്ത്, ബാത്റൂം അകത്ത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് നമ്മുടെ ആ ഒരു ചെറിയ വീടിനകത്ത് AC ഇല്ല, ഡബിൾ കോട്ട് കട്ടിലില്ല, വാപ്പായും ഉമ്മായും 3-4 മക്കളും. അള്ളാഹുവേ, എന്ത് സുഖത്തോടെ ജീവിച്ച് നമ്മളൊക്കെ. എന്തൊരു സമാധാനം ഉണ്ടായിരുന്നറിയോ? കൊട്ടാരങ്ങളിൽ കിട്ടുമോ സഹോദര? ആ തറയിൽ പാവിരിച്ചിട്ട് കിടന്നപ്പോൾ 5, 6, 7 മക്കളുള്ളവർ സന്തോഷത്തോടെ സ്നേഹത്തോടെ, എടാ എൻ്റെ കൂടെ പുറപ്പെടാ. എന്തൊരു സ്നേഹമെന്നറിയോ? പണ്ടുള്ള സഹോദരങ്ങൾ, എടാ നാട്ടുകാരെന്ത് പറഞ്ഞാൽ എൻ്റെ അനുജൻ എൻ്റെ കൂടെ ഉണ്ടടാ. എൻ്റെ സഹോദരങ്ങളെ മാതാപിതാക്കളും മക്കളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. ഇന്നലത്തെ പത്രം കണ്ടോ? സ്വന്തം വാപ്പ തന്നെ മോനെയും മരുമകളെയും 2 എണ്ണത്തിനെയും കത്തിച്ചു കളഞ്ഞു. എന്തുകൊണ്ട് സഹോദര? ശത്രുത. പണ്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം. എടോ, ഈ ആകാശത്തിൻ്റെ കീഴിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയോ? ഈ ആകാശത്തിൻ്റെ കീഴിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയോ? ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീടാണെന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കപ്പറ, നബിയിന റസൂലുള്ളാഹി. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ? എടോ, ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കണം. പണ്ടൊക്കെ അങ്ങനെ ഒരു പാത്രത്തിനകത്ത് ഭക്ഷണമിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കും. അതുകൊണ്ട് എല്ലാവരും പരസ്പരം സ്നേഹം ഉണ്ടായിരുന്നു. ഇന്ന് നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ കൂടപ്പിറപ്പ, നാട്ടുകാരനല്ല. നിന്റെ ഏറ്റവും വലിയ കൂടെ ഇന്നലെ വരെ കൂടെ കടന്നവൾ പിണങ്ങി കോടതി പോയിട്ട് പറയും, അവൻ പീഡിപ്പിച്ചു, അവൻ്റെ വാപ്പ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വാപ്പ കയറി പിടിച്ചു എന്ന് വരെ പരാതി കൊടുക്കും, ഭർത്താവിൻ്റെ വാപ്പയ്ക്കെതിരെ വരെ. സഹോദര, അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്. അള്ളാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബിയിന റസൂലുള്ളാഹി. നബിയിന റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മത്സരിക്കടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ ഖബറടക്കിയിട്ട് വന്നപ്പോൾ ആരോ ചോദിച്ചു, ആയിഷ, നിൻ്റെ ഭർത്താവ് എങ്ങനെ ഉണ്ടായിരുന്നു? നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനായിരുന്നു? കാന ഖുലുഖുഹു ഖുർആൻ. എൻ്റെ ഭർത്താവ് ഖുർആനായിരുന്നു. ഭാര്യ അഭിമാനത്തോടു കൂടി പറയണം നാട്ടുകാരോട്, നിന്റെ കൂട്ടുകാരികളോട്, നിന്റെ അയൽവാസികളോട് നിന്റെ ഭാര്യ പറയണം, എൻ്റെ ഇക്കാരെന്നറിയോ? ഏത് പാതിരാത്രി വന്ന് കിടന്നുറങ്ങിയാൽ ഒരൊറ്റ വക്കത്ത് മുടക്കാത്ത മനുഷ്യൻ. അഭിമാനം അവിടെയാടോ സഹോദര. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച 40 മക്കൾ. ഇവരാരെന്നറിയോ? തൊടണമെങ്കിൽ ഒളു കൊടുക്കണേമാരെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച 46 മക്കൾ. ഈ ഇമാം ഗസാലി തങ്ങൾ പറയണത് ഇവന്മാരെ തൊടണമെങ്കിൽ ഒളിവെടുക്കണമെന്നാ. പള്ളിക്കാരനെങ്കിൽ ഒളിവ് വേണോ? നിങ്ങളെന്താ വെടിയുണ്ടതുപോലെ ഇരിക്കണേ? ഈ കുട്ടികളെ തൊടണമെങ്കിൽ ഒളിവെടുക്കണം. കാരണം ഇവർ ഖുർആൻ ചുമക്കുന്നവരാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇവരൊക്കെ തൊടണം. ഇമാരെങ്ങാണം പള്ളിപ്പറമ്പിൽ പോയാൽ മതി. നമ്മളൊക്കെ പള്ളിപ്പറമ്പിൽ പോയാൽ കബറം കാട്ടി കിടക്കുന്നവർ പറയും, ഇങ്ങോട്ട് വരല്ലേ എന്ന്. ഇങ്ങോട്ടെങ്ങും വന്നേക്കല്ലേ എന്ന് അവർ പറയും. ഇവരിറങ്ങിപ്പോയാൽ ഇവർ പോയതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഞാനിന്ന് പറയാൻ കാരണം, ഈ ഇരിക്കണം നിങ്ങൾ കാണണം സഹോദര. A+ വാങ്ങിയ മക്കളുടെ ഫ്ലെക്സ് റോഡിലും പോസ്റ്റിലും എടുത്തു വെക്കുന്ന കാലത്ത് 46 മക്കൾ. എടാ, A+ ഏത് പൊട്ടനും പറ്റൂടാ. A+ വാങ്ങാൻ ആർക്കും പറ്റും. എടാ, അതിലൊന്നും കാര്യമില്ലടോ. ഖുർആനിലെ 114 അധ്യായത്തിലെ ഏത് അധ്യായം ചോദിച്ചാലും ഓതാ അറിയാവോ ഈ 100 A+ വാങ്ങുന്നവൻ? എടോ, എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ച കുട്ടിയോട് ഖുർആനിലെ ഒരായത്തുണ്ട്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇല്ല. അതല്ലടാ ആയത്ത് അല്ലേ? ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ഒരു പേജുണ്ട് ആയത്ത് ഇല്ലേ? ഖുർആനിലെ ഒരു പേജുള്ള ഒരു ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത്. ഈ A+ വാങ്ങിച്ചവനെ പിടിച്ചിരുത്തിയിട്ട് അതൊന്ന് കാണാ പിടിക്കാൻ പറഞ്ഞേ. അത് ഉസ്താദെ ഒരു പേജില്ല. യൂസീക്കുമുല്ലാ ഓതിയാ പോരടാ അല്ലേ? യൂസീക്കുമുല്ലാ, യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും. ആയത്തൊന്ന് പഠിച്ചു നോക്കണം. മുട്ടയിടും ഇരുന്നിട്ട്.
ഖുർആനിൽ ആ ഒരു ആയത്ത്, രണ്ടായത്ത് ഓതുമ്പോൾ ഹാഫിലിങ്ങൾക്ക് വരെ തെറ്റിപ്പോണ ആയത്ത. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ മക്കൾ പഠിച്ചത്. ഞങ്ങളൊക്കെ പഠിക്കുമെന്ന് ഊപ്പാട് വന്നിട്ടുണ്ട്. ആ ഖുർആനിലെ ഒരായത്ത് ഈ A+ വാങ്ങിച്ചവനെ വിളിച്ചിരുത്തിയിട്ടൊന്ന് പഠിപ്പിക്കാൻ നോക്ക്, ഇരുന്ന് പെടുന്ന പാട് കാണാം. അപ്പോഴാ 114 സൂറത്ത് അള്ളാൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന 6600 പരം വരുന്ന ആയത്തുകൾ. ഇവരാടാ രാജാക്കന്മാര്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എടോ 100 A+ അല്ല, ഇനി ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, ഇല്ലേ? ഞാൻ ചോദിക്കുന്നത്, എടോ എത്ര വലിയ ഉയരങ്ങളിലെത്തി MA-ക്കാരനോ ഡിഗ്രിക്കാരനോ ആരുമാകട്ടെ, അവൻ നാളെ സ്വർഗത്തിൽ പോകുമ്പോൾ ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. ഇവന്മാർ പോകുമ്പോൾ 40 എണ്ണത്തിനെ കൊണ്ടുപോകാം. അതാ മഹത്വം. ഇരിക്കണ 46 എണ്ണത്തിനോടും അല്ല പറയും, 40 പേരെ പിടിച്ചോ, ഇഷ്ടമുള്ള 40 പേരുടെ കൈ പിടിച്ചോ. ഇന്ന് നിനക്ക് ഞാൻ അവസരമുണ്ട്. നിങ്ങളൊക്കെ ഭക്ഷണം കൊടുക്കുമല്ലോ ഈ മക്കൾക്ക്, കഴിക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ, സഹായിച്ചിട്ടുണ്ടല്ലോ. ആ സഹായിച്ചതിൻ്റെ പ്രതിഫലം നാളെ 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഇവർക്ക് അവസരമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.